ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഒരു ബോക്സ് വരച്ച് കാണിച്ചായിരുന്നു. ഈ ബോക്സിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എല്ലാം വളരെ ശുഭകരമായിട്ടാണ് രാവിലെ തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത്? രാവിലെ തുടങ്ങിയത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, ഇല്ലേ? വെരി ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഈ ബോക്സിനകത്ത് തന്നെ ഒന്ന് ആടിക്കളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് ഈ ബോക്സിന് വെളിയിൽ പോകണം, ഇല്ലെങ്കിൽ റിസ്കി ട്രേഡേഴ്സിന് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ മേലോട്ട് ട്രേഡ് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇവിടെ നേരെ താഴോട്ട് നോക്കാം. വെരി റിസ്കി. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും, 5-10 പോയിൻറ്റ്. ഇതൊക്കെ റിസ്കി ട്രേഡുകളാണ് കേട്ടോ. നമുക്ക് കുറച്ച് പരിചയമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളാണ് ഇങ്ങനെയുള്ള ട്രേഡുകൾ. ഓക്കെ, ഇവിടെ വരെ വന്ന് സപ്പോർട്ട് എടുത്താൽ റിജക്ഷൻ വന്നു വിടുന്നു. അപ്പോൾ ഇതൊക്കെ ഹൈ റിസ്കി ട്രേഡുകളാണ്. അപ്പോൾ റിജക്ഷൻ വരുന്നു. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മളിവിടുന്ന് ട്രേഡ് എടുക്കുന്നു. കിട്ടി, ഇല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ 5-10 പോയിൻറ്റ്, ആ 5-10 ചിലപ്പോൾ റിസ്ക് എടുത്ത് ചിലപ്പോൾ ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോയിൻറ്റ് കിട്ടത്തില്ലേ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് സപ്പോർട്ട് തിരിച്ചു പോകുമോ അല്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു വരുമോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അത് എടുത്താൽ നമ്മുടെ കേസിലില്ലാത്ത കേസാണ് അത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇതിന് പൊട്ടി താഴോട്ട് വന്നില്ലേ? അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, ഈ ബോക്സിന് താഴെ അല്ലെങ്കിൽ മുകളിലോ 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കറക്റ്റ്. ഓക്കെ, സമ്മതിച്ചു. അപ്പം അടുത്ത ക്യാൻഡിൽ വീണു, അല്ല ഇത് വന്നു, ഇവിടുന്ന് മുകളിൽ താഴെ പോയ ശേഷം ഇതിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നിന്നു. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുത്ത് കാണും, ഇല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ റെഡ് ലൈനിൻ്റെ താഴെയായിരിക്കും, ഇല്ലേ? പക്ഷേ ഈ ഒരു ഹ്യൂജ് ക്യാൻഡിൽ നമ്മുടെ കേസിനകത്തിലുള്ളതാണ്. ഇത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പർപ്പസ്ഫുള്ളി അവർ ഒരു ഭയങ്കര ഭീകര സെല്ലിങ് നടത്തിയത്. ഇത് നമ്മുടെ സിനാരിയിലുള്ളതല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, നമ്മൾ കഴിഞ്ഞു. ഇവിടുന്ന് ഇതിന് മുകളിലോട്ട് ട്രേഡ് എടുത്തവർക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അല്ല, ഇവിടുന്ന് പിടിച്ചവർക്ക് ഇവിടെ ഇറങ്ങി, ഈ സപ്പോർട്ടിലൂടെ ഇവിടെ ഇറങ്ങി. ഓക്കെ, രണ്ട് കാര്യം. അപ്പം ഇത് രണ്ടും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഇത് രണ്ടും പോയി. നമ്മുടെ പ്ലാനില്ലാത്ത കാര്യം ഇതൊക്കെ, ഇല്ലേ? അതെല്ലാം കഴിഞ്ഞു, പോട്ടെ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് നേരെ ഇത് പൊട്ടി നേരെ താഴോട്ട് വന്നു, ഇല്ലേ? താഴോട്ട് വന്ന് ഇവിടെയും ഇതുപോലെ തന്നെ ഇവിടെ എന്താണ്? റിജക്ഷനാണ്, ഇല്ലേ? എപ്പോഴും നമ്മളെപ്പോഴും ഒരു വ്യൂ പറയുമ്പോൾ ലൈവ് മാർക്കറ്റിൽ അത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ സിനാരികളും നോക്കണം. അതിൻ്റെ എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ട് അതിൻ്റെ ക്യാൻഡിലുകൾ എങ്ങനെ ഇരിക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നത്, ഇല്ലേ? അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞല്ല ട്രേഡ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. തുടരെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ സ്ട്രക്ചർ, ആ സ്വഭാവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തോ പറയുന്നത്, ഒരു ട്രെൻഡ് കൺഫർമേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ അതിന് ശേഷം പതുക്കെ താഴോട്ട് വന്നു, റിജക്ഷൻ വന്നു, നേരെ താഴോട്ട് പോയി. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇതിൽ ട്രേഡ് എടുത്ത് കാണും, ഇത് ബ്രേക്ക് ചെയ്ത് ഇത് ട്രേഡ് എടുത്ത് കാണും, ഇല്ലേ? പക്ഷേങ്കിൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? മേലോട്ട് പോയി, ശരിയല്ലേ? മേലോട്ട് പോയി. അപ്പോൾ ഇവിടെയും പിന്നെ ഇതെല്ലാം ട്രാപ്പാണ്. എല്ലാം മൊത്തത്തിൽ ഇന്ന് ട്രാപ്പുകളായിരുന്നു, ഇല്ലേ? ഇങ്ങോട്ട് പറ്റിയില്ല, ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നു, ഇതെല്ലാം പോയി. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം ഇവിടെ എന്താണ് നമുക്കൊരു ട്രെൻഡ് കൺഫർമേഷൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മാർക്കറ്റ് അതിനുശേഷം ഇങ്ങനെ പോകുന്നു, ആർക്കും പിടി തരാത്ത രീതിയിൽ ഇങ്ങനെ പോയി പ്രീമിയം വെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും നമ്മുടെ ബോക്സ് എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്തു. ബോക്സ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മളിവിടെ ഇങ്ങോട്ട് താഴോട്ട് പുട്ട് ട്രേഡ് എടുത്തു. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് കാണും. കാരണം എന്താ? ഇതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറുമോ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കാണും. ഈ പോയിൻ്റ് ഇതങ്ങ് മാറ്റിയേക്കാം നമുക്ക്. ഓക്കെ, അതുപോട്ടെ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കാണും, ഇതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് റിവേഴ്സൽ വരുമോ എന്നൊരു പേടി നിങ്ങൾക്ക് ഉണ്ടായിക്കോ, ഇല്ലേ? അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടം വരെയാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വിട്ടേരെ, കഴിഞ്ഞു. നമുക്ക് പല അബദ്ധങ്ങളിലൂടെ പറ്റിയതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് വേണ്ട, അല്ല നമ്മൾ ആ ട്രേഡ് ഉപേക്ഷിച്ചു. ഇവിടുന്ന് എടുത്തവർ ഓക്കെ, എടുക്കാത്തവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. ചിലപ്പോൾ ഇവിടുന്ന് എപ്പോഴും റിവേഴ്സ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്, ഇല്ലേ? അതിനുശേഷം രണ്ടാമത്തെ ലെവൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലെവൽ മാർക്കറ്റ് ഇവിടം വരെ വന്നു, നമ്മൾ ട്രേഡ് എടുത്തില്ല. ഓക്കെ, കാരണം നമുക്ക് 2 സ്റ്റോപ്പ് ലോസ്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു,
ഇവിടെ ഒരു സ്റ്റോപ്പ് അടിച്ചു ഇല്ലേ, നമുക്ക് 2 സ്റ്റോപ്പ് അടിച്ചു. അപ്പം പിന്നെ നമുക്ക് പേടിയാണ് ട്രേഡ് എടുക്കാൻ. പക്ഷേ എങ്ങനെ നമ്മൾ അടുത്ത ട്രെൻഡ് എങ്ങനെ കൺഫേം ചെയ്യും? ഇത് നോക്കിക്കേ, ഇത് ബ്രേക്ക് ചെയ്തു ഇല്ലേ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പതുക്കെ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട്, ഇതൊരു കൺഫർമേഷനാണ്. എന്താ കൺഫർമേഷൻ? മാർക്കറ്റ് വീണ്ടും താഴോട്ട് വീഴാൻ പോവുകയാ എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ റീടെസ്റ്റ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയൊക്കെ റീടെസ്റ്റ് നടത്തുന്നു അവിടെ ഒരു കൺഫർമേഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നോക്കിക്കേ, ഈ മാർക്കറ്റ് ഇവിടുന്ന് താഴെ വന്നു. ഇവിടെ കയറാൻ പറ്റാത്തവർ, ഇവിടുന്ന് കയറാൻ പറ്റാത്തവർ, കൺഫ്യൂഷനായിട്ട് നിന്നവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി ഞാനീ പറഞ്ഞത്. ഇവിടുന്ന് മാർക്കറ്റ് അപ്പോൾ ഇത് പൊട്ടി, ഈ ലെവൽ പൊട്ടി ഇല്ലേ, ഈ ലെവൽ പൊട്ടി നല്ല വൃത്തിയായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഇവിടെയോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇനി ഇവിടെ കയറിയില്ല എന്ന് വിചാരിച്ചോ, കാരണം ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ വരുന്ന കൺഫ്യൂഷനാണ്, മാർക്കറ്റ് തിരിച്ച് കയറുമോ എന്നൊരു എന്തോ ഒരു പേടി പോലെ നമുക്ക് വന്നു. പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറി, അപ്പം റിവേഴ്സലാണെന്ന് നമുക്ക് പേടിയാണ്, കാരണം എക്സ്പയറി ഡേയും കൂടെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു ഇല്ലേ, ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ട്രെൻഡ് താഴോട്ടുള്ള കൺഫർമേഷനാണ്. ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് നേരെ താഴോട്ട് പോകുന്ന പരിപാടിയാണെന്ന് ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടോ അല്ലെങ്കിൽ ഈ ലൈൻ ഈ ലൈനുമായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. സുന്ദരമായിട്ട് നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടി. ഇത് 770 നിന്ന് 600 ഇവിടം വരെ വന്നു ഇല്ലേ. എത്രയാണ്? ഏകദേശം ഒരു 550 വരെ വന്നു. ഒരു 200 പോയിൻറ്റോളം നമുക്ക് എന്ത് ചെയ്തു? 200 പോയിൻറ്റോളം നമുക്ക് ഇവിടുന്ന് പിടിക്കാൻ പറ്റി. ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് കൺഫേം ചെയ്യുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞു? എപ്പോഴും നമുക്ക് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ എപ്പോഴും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. റീടെസ്റ്റ് ചെയ്ത് ഒരു നല്ല റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി ആണെങ്കിൽ അങ്ങനെ, സി ആണെന്നുണ്ടെങ്കിൽ മേലോട്ട്, സി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ പോകും. ഇതാണ് റീടെസ്റ്റ് ഇല്ലേ. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന്, ഇതാകുമ്പോൾ സി അല്ല, ഇതാണെന്നുണ്ടെങ്കിലോ പി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മളൊരു ട്രെൻഡ് കൺഫർമേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ചാർട്ടിനെ വാച്ച് ചെയ്യണം. മനസ്സിലായോ? ചാർട്ട് വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ചിലർക്കൊന്നും ദഹിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ചിലർക്ക് ഇന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ബോക്സ് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ബോക്സ് ബ്രേക്ക് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു, മേളിൽ പോയപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിച്ചു. ശരിയാണ് ഇതൊക്കെ. പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് എല്ലാം വളരെ ചെറുതാണ്, എല്ലാം പ്ലാൻഡാണ് നമ്മുടെ ഇല്ലേ, വെരി പ്ലാൻഡ് സ്റ്റോപ്പ് ലോസുകളാണ്. പക്ഷേ നിങ്ങൾ കൈ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ സംഗതി കളികൾ മാറും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ട്രെൻഡിന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്ത് കയറും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ടൊരു വീഡിയോ ഞാൻ ന്യൂ ഇയറിന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ എങ്ങനെ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണം, മാർക്കറ്റ് എങ്ങനെയായിരിക്കും അടുത്ത ഈ ഒരു വർഷം 1 ഇയർ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യും, ആ ഈ വർഷത്തിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ ഒക്കെ അടുപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും. അടുത്ത വർഷം നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പം അത് നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ. അപ്പോൾ നമുക്കൊരു മാർക്കറ്റ് ഒരു ട്രെൻഡ് കൺഫർമേഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു, ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിത് വിശദീകരിച്ചത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും വലിയൊരു ഗ്രേറ്റ് വീക്കെൻഡ് ആശംസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ വരികയാണ്, അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ.